ഹായ് ഗായ്സ്, ഞങ്ങളത് രാത്രിയിൽ പൂരം കൂടാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിള്ളേരുടെ സെറ്റ് മാത്രമേ ഇരുന്നുള്ളൂ. അച്ഛനമ്മമാരും വന്നിട്ടില്ല. ഞാനാണെങ്കിൽ ആദൂട്ടിനെ ഉറക്കി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അല്ലെങ്കിൽ അവൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ തിരിച്ചിങ്ങ് പോരേണ്ടി വരും. അതുകൊണ്ട് അവനെ ഉറക്കി കിടത്തിയിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കസിൻസിൽ 2-3 പേരൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. അവരൊന്നും നാട്ടിലില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വൈബായേനെ. അപ്പം ഞങ്ങളിങ്ങനെ ഉത്സവപ്പറമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തിരക്കും ഇല്ല. ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ടാണ് തോന്നുന്നു ഭയങ്കര കാമാൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ അകത്ത് കയറാമെന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം മറ്റേ തിരുമുമ്പിൽ പറവയ്പ്പായിരുന്നേ. അപ്പം ഞാൻ രാവിലെ തന്നെ എടുത്തത് കൊണ്ട് പിന്നെ വൈകുന്നേരം ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുക. കാരണം ആ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു പ്രത്യേക രസമുണ്ട് അമ്പലം കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിത് എല്ലാ കടകളും കയറി ഇറങ്ങി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും എല്ലാ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടക്കുമ്പോൾ രസമാണല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അന്നേരത്തേക്കും കുറച്ച് തിരക്കൊക്കെ ആയി തുടങ്ങി കേട്ടോ. അത്യാവശ്യം ആൾക്കാർക്ക് പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബലൂൺ കണ്ടപ്പോൾ ആദൂട്ടിന് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാനിത് വാങ്ങിച്ചില്ല. പിന്നെ തിരിച്ച് പോകുമ്പോൾ ഇതുമായിട്ട് വണ്ടിയിൽ പോക്ക് പാടായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങളിത് കമ്മലൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് കടയിൽ കയറിയതായിരുന്നേ. ആ കറക്റ്റ് സമയത്ത് ദേവുവിനൊരു കമ്മലൊക്കെ ഇഷ്ടമായി. അവൾ ആ കമ്മലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവൾ ഇട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ കാതിലുണ്ടായിരുന്ന കമ്മലിൻ്റെ ബാക്കിയത്തെ ആ സ്ക്രൂ ഉണ്ടല്ലോ, അത് അവൾ ചടിച്ച് കളഞ്ഞു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയും പറക്കി ഞങ്ങളിങ്ങനെ തപ്പി നോക്കി, പക്ഷേ കിട്ടിയില്ല. അവൾ ഈ ഒരു കമ്മലാണ് കേട്ടോ എടുത്തത്. നല്ല രസമുണ്ട്, അവൾക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാച്ച് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസമാവുന്നില്ല. അപ്പോൾ പുള്ളിക്കാർ തന്നെയൊക്കെ ക്യാമറയൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് നേരെ തട്ടുകട പോലത്തെ കടകളിൽ കയറി ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാ കടകളിലും കയറി ഇറങ്ങി ഓരോ സാധനങ്ങൾ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മൊഹബത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പേര്, ഞാൻ കറക്റ്റ് വിട്ടുപോയി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വാട്ടർ മെലൺ ഇങ്ങനെ മിൽക്കൊക്കെ ഒഴിച്ചിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ അത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞങ്ങളിത് കുറേ ബജ്ജിയൊക്കെ കഴിച്ചു കേട്ടോ. കോളിഫ്ലവർ ബജ്ജിയൊക്കെ കഴിച്ചു. ആദ്യം കഴിച്ചതിനൊരു ക്രിസ്പിനെസ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ അവിടെ തന്നെ പിന്നെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഓർണോടെ മേടിച്ചു. അത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കോളിഫ്ലവറും ആയിരുന്നു. ആദ്യം കിട്ടിയത് നിറയെ പൊടിഞ്ഞിരിക്കുന്നതായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇനി എന്ത് വാങ്ങിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൊട്ടറ്റോ ഫ്രൈ കണ്ടേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ആ പൊട്ടറ്റോ ഫ്രൈയും മേടിച്ച് എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിലോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല. കൈയാണെങ്കിൽ ഇങ്ങനെ പൊള്ളി പോവാണ്, അത്ര ചൂടാണ്. പക്ഷേ എന്നാലും പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാവരും ഷെയർ ചെയ്താണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ചാടി എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്, പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് എല്ലാവരും മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നല്ല രസമാണല്ലോ എല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു പാത്രത്തിൽ ഇതിങ്ങനെ കഴിക്കുമ്പോഴേ. എന്നിട്ട് ഞങ്ങൾ നേരെ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കടയിൽ കയറിയതാണ് കേട്ടോ. നമ്മുടെ ഉഴുന്നാടയോ മലബാർ മിഠായി അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി. ലാസ്റ്റ് ഇത് രണ്ടും വാങ്ങിച്ചില്ല, ഒരു ചെറുപ്പഴം വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം അന്നേരത്തേക്കും വീട്ടിൽ നിന്ന് കോള് വന്നു, ആദൂട്ടിന് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. പെട്ടെന്ന് ഉത്സവപ്പറമ്പിൽ നിങ്ങൾ പോരെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം നമുക്കിനി അടുത്ത